ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ദത്ത ഇതുവരെ ഉള്ളതൊക്കെ പോട്ടേന്ന് വെക്കാം. പക്ഷെ ഇപ്പൊ ഈ കുഞ്ഞിനെ കൈമാറ്റം ചെയ്യുന്ന കാര്യമൊക്കെ പറയുമ്പോ എനിക്ക് ആമി മനസ്സിലാവുന്നില്ല മുത്തശ്ശി. അവൾ ആകെ മാറിപ്പോയി. ഈ മാറ്റം നല്ലതിനു വേണ്ടിയാണെന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്. പക്ഷെ ഇപ്പോ ഈ കുഞ്ഞിനെ ജീവനോട് കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നവരെന്നെ ഭീഷണിപ്പെടുത്തിയവളാ. അവക്കിപ്പോ എങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു? അതാ എന്റെ ടെൻഷൻ. ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. സത്യം പറയാലോ, ദത്തന്റെ മനസ്സിൽ ഇത്രയൊക്കെ ഉണ്ടെന്ന് താൻ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അവള് കാരണം താൻ ഒരുപാട് ബുദ്ധിമുട്ടി അല്ലേ? ഞാനവളെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. അതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയില്ല മുത്തശ്ശി. അതുകൊണ്ടല്ലേ ആദിയോട് ഒഴിച്ച് മറ്റാരോട് ഞാനിത് പറയാതിരുന്നേ. ആദിയോട് തന്നെ പറയേണ്ടി വന്ന സാഹചര്യം മുത്തശ്ശിക്ക് അറിയാലോ. ഇനി എന്തെങ്കിലും അസുഖമാണെങ്കിൽ ചികിത്സിക്കാതെ എങ്ങനെയാ മാറുന്നത്? അവളതിന് തയ്യാറല്ലെങ്കിൽ നമ്മൾ ഇതിനെന്താ ചെയ്യാ? അങ്ങനെ അവളുടെ വാശിക്ക് വിട്ടുകൊടുക്കാൻ പറ്റുന്ന കാര്യമാണോ ഇത്? അല്ലെന്ന് എനിക്കും അറിയാം. പക്ഷെ അവളെ വേദനിപ്പിക്കാൻ എനിക്ക് പറ്റില്ല മുത്തശ്ശി. ഇപ്പൊ ഇത്തിരി വേദന സഹിച്ചാലും അവളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ദത്ത നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. അതൊക്കെ ശരിയാ. പക്ഷെ ഇത്രയും കാലം ഞാൻ ആരെയും ഒന്നും അറിയിക്കാതെ ഒരു കോമാളിയെ പോലെ അവൾ പറയുന്നതിനൊക്കെ ഒത്താശ ചെയ്ത് കൂടെ എന്നത് വെറുതെ ആയി പോവില്ലേ? അതെങ്ങനെ? നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒരു കടുത്ത തീരുമാനം എടുത്താ അവൾ എന്തെങ്കിലും സാഹസം കാണിക്കുമെന്ന് എന്റെ പേടി. അങ്ങനെ ഭയന്ന് ജീവിക്കാൻ പറ്റുമോ? ഒന്നുമില്ലെങ്കിലും താനൊരു പോലീസ് ഓഫീസർ അല്ലേടോ? ഞാനൊരു പോലീസ് ഓഫീസർ മാത്രമല്ല മുത്തശ്ശി, ഒരു ഭർത്താവ് കൂടിയാ, ഒരു കുഞ്ഞിന്റെ അച്ഛനാ. എന്റെ കുടുംബം തകരുന്ന ഒരു കാര്യവും എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല മുത്തശ്ശി. ദത്ത, തന്നെ എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല. പക്ഷെ എത്ര കാലം താനിങ്ങനെ അവളുടെ ഭീഷണിയെ പേടിച്ച് ജീവിക്കും? ഇപ്പൊ നിങ്ങൾ ജീവിതം തുടങ്ങിയിട്ട് 7-8 വർഷം ആയതല്ലേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായതല്ലേ ഉള്ളൂ. ഇനി നിങ്ങൾ ഒരുമിച്ച് എത്രയോ കാലം മുന്നോട്ട് പോകേണ്ടവരാ. ആ ഓർമ്മ തനിക്കില്ലെങ്കിലും എനിക്കുണ്ട്. ഇപ്പൊ തൻ്റെ കൂടെ എല്ലാവരും ഉണ്ട്. ആമിക്ക് വേണ്ടപ്പെട്ട എല്ലാവരും. താൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുവെന്ന് എന്നെ ആദ്യം ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ അർത്ഥത്തിലും ഞങ്ങള് തൻ്റെ കൂടെ നിൽക്കും. ഇങ്ങനെ ഒരു അവസരം ഇനി ഒരിക്കലും തനിക്ക് ജീവിതത്തിൽ കിട്ടിയെന്നും വരില്ല. ഈ സമയത്ത് അവളുടെ മനസ്സറിയാൻ ശ്രമിച്ച്, അഥവാ ഇതൊരു രോഗമാണെങ്കിൽ കൂടി അതിനൊരു ചികിത്സ എന്താന്ന് വെച്ചാ നമുക്ക് ചെയ്തുകൂടെ? എന്റെ ആമിക്കൊന്നുമില്ല. ഇതൊക്കെ അവളുടെ ഓരോ തമാശകളാ. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കും ഇഷ്ടം. പക്ഷെ മോനെ, നിന്നേക്കാളും മുമ്പേ അവളെ കണ്ട ഞാൻ പറയുന്നു, നീ നേരത്തെ പറഞ്ഞ പോലെ അവൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇരുട്ടുകൊണ്ട് നമ്മൾ എത്ര കാലം ഓട്ടയടയ്ക്കും? സ്വന്തം ഭാര്യയ്ക്ക് ഭ്രാന്താണെന്ന് പറയാനുള്ള മടിയല്ലേ മോന്? അതിനവൾക്ക് ഭ്രാന്തൊന്നുമില്ല. എന്തോ ചെറിയൊരു ആശയക്കുഴപ്പം. ശരിക്കും തെറ്റിനും ഇടയിൽ എവിടെയോ എന്തൊക്കെയോ നഷ്ടപ്പെടുന്നു. ചിലപ്പോ പ്രസവത്തോടുകൂടി ഉണ്ടായ എന്തെങ്കിലും ഹോർമോൺ മാറ്റമായിരിക്കും. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണിക്കുന്നല്ലേ മോനെ നല്ലത്. നിങ്ങളുടെ കുഞ്ഞിനെ ആമി വളർത്തിയാലും പൂജ വളർത്തിയാലും മുത്തശ്ശിക്ക് ഒരുപോലെയാ. പക്ഷേ അങ്ങനെയല്ലല്ലോ. ഇപ്പോഴത്തെ ഒരു എടുത്തുചാട്ടത്തിന് പൂജ കൂടെ നിന്നാലും നാളെ അവർക്ക് സ്വന്തമായിട്ടൊരു കുഞ്ഞുണ്ടാവുമ്പോൾ കഥ ഇങ്ങനെയാകണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അവളെ നമുക്കതിൽ തെറ്റു പറയാൻ പറ്റില്ല. കുഞ്ഞിനെ കൈമാറേണ്ട കാര്യമൊന്നുമില്ല. ആമി അമ്മയും പൂജ അമ്മായിയുമായിട്ട് അതിനെ വളർത്തിക്കോട്ടെ. ആ ഐക്യം കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമല്ലേ മോനെ? ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. കൈമാറ്റം ചെയ്യാന്നൊക്കെ പറഞ്ഞ പൊന്നും പണവും ഒന്നും അല്ലല്ലോ. അത് ജീവനുള്ളൊരു കുഞ്ഞല്ലേ. നാളെ അത് വളർന്നു വലുതാകുമ്പോ അതിന്റെ മാനസികാവസ്ഥയെക്കുറിച്ച് നമ്മളും ഒന്നും മനസ്സിലാക്കണ്ടേ? അമ്മയെന്നും അമ്മയും അമ്മായി എന്നും അമ്മായിയുമാ. അവനെന്ത് പറയാ? അവനിതെല്ലാം കണ്ട് അന്തം വിട്ട് നിൽക്കുക. പെങ്ങൾക്കും ഭാര്യയ്ക്കും ഇടയിൽ പെട്ടുപോയി പാവം. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കിപ്പോഴൊരു വ്യക്തതയില്ല.
മുത്തശ്ശി തീരുമാനിക്കുന്ന എന്തോ അത് ഞാൻ അനുസരിക്കാം. എന്റെ തീരുമാനം ഞാൻ പറഞ്ഞല്ലോ മോനെ. എങ്ങനെയെങ്കിലും നമുക്കുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഈ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ അതത്ര നിസ്സാര കാര്യമല്ല. പക്ഷേ നമ്മൾ ബ്ലഡി മലയാളീസിന് അതിന്റെ പ്രാധാന്യം അറിയില്ല. ജീവിതം ഒരു ഞാണിന്മേ കളിയാണ്. ഏത് നിമിഷവും എന്ത് സംഭവിക്കാം. പക്ഷെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അയ്യോ പൊത്തോന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. മുൻകരുതൽ അതാണ് പ്രധാനം. ഐ മീൻ ഇൻഷുറൻസ്. ഇതൊക്കെ എനിക്കും അറിയാവുന്ന കാര്യങ്ങള്. ക്ലാസ് കേൾക്കാനല്ല ഞാൻ വന്നത്. കാശ് എത്ര കിട്ടുമെന്ന് അറിയണം. അതിപ്പോ പലതരം സ്കീമുകളുണ്ട് മാഡം. മാഡം പ്രിഫർ ചെയ്യുന്നത് ഏതാണെന്നതിനനുസരിച്ചിരിക്കും കിട്ടുന്ന ഫൈനൽ എമൗണ്ട് പ്രീമിയം തുകയും. ഇതിപ്പോ മറ്റ് കമ്പനികൾ പോലെയല്ല. UK ബേസ്ഡ് ആയതുകൊണ്ട് ഹ്യൂജ് എമൗണ്ടിന്റെ സ്കീമുകൾ ധാരാളമുണ്ട്. എനിക്ക് ഒരു 10 കോടി രൂപ കിട്ടാൻ വകുപ്പുണ്ടോ? ആ പിന്നെ ഉണ്ടല്ലോ, ഞങ്ങളുടെ ക്യൂൻ വിക്ടോറിയ പോളിസി. അതെടുത്താൽ 10 കോടി രൂപ കിട്ടും. ആള് മരിച്ച പ്രീമിയം അടയ്ക്കാതെ തുക കിട്ടുമോ? പിന്നെ ആദ്യത്തെ 3 ഗഡു അടയ്ക്കണം. അതെത്ര രൂപ വരും? ഒരു 10 ലക്ഷം രൂപ വരും. 10 ലക്ഷം? പിന്നെ ചുമ്മാതാണോ കമ്പനി 10 കോടി രൂപ തരുന്നത്? ഈ 3 ഗഡു എന്ന് പറയുമ്പോ എത്ര കാലം എടുക്കും? എല്ലാ മാസവും ഒരു 5-ാം തീയതിക്ക് മുമ്പ് ക്യാഷ് അടയ്ക്കും. അതിനുള്ള സമയമൊന്നും ഇല്ല. അതെന്താ സമയമില്ലാത്തത്? മാഡം എവിടെയെങ്കിലും പോവുകയാണോ? അല്ല, ഈ പറഞ്ഞ തുക ഒന്നിച്ച് തന്നാ പോരെ? അയ്യോ, അതെങ്ങനെ ശരിയാവും? കമ്പനി UK-യിലാണെങ്കിലും എല്ലാത്തിനും അതിൻ്റെതായ നിയമമുണ്ടല്ലോ. അങ്ങനൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് തന്നാ ഞാൻ നിങ്ങൾക്ക് കൈക്കൂലി തരാം. ഇല്ലീഗലാണ്. എന്നാലും ഞാൻ നോക്കട്ടെ. ആ, വേഗം നോക്ക്. ഹലോ, ജെയിംസ് കുണ്ടർ സാറല്ലേ? ആ, ഇത് കേരളത്തിൽ നിന്ന് കോടിപതി കലേഷ് കുമാറാണ്. UK-യിലെ ഞങ്ങളുടെ റീജിയണൽ മാനേജർ സായിപ്പാണ്. അയാൾക്ക് മലയാളം അറിയാമോ? പിന്നെ മലയാളം മാത്രമോ? 27 ലാംഗ്വേജ് അറിയാം. വേൾഡ് മുഴുവനുള്ള കമ്പനിയല്ലേ. അപ്പൊ പിന്നെ എല്ലാ ഭാഷയും പഠിക്കണമല്ലോ. അയാള് എന്ത് പറഞ്ഞു? ഓക്കെ പറഞ്ഞു. മാഡത്തിന് ഭാഗ്യമുണ്ട് കേട്ടോ. പക്ഷേ ഏറ്റവും അടുത്ത ദിവസം തന്നെ 10 ലക്ഷം രൂപ അടയ്ക്കണം. പിന്നെ തീർച്ചയായിട്ടും. അപ്പോ 10 കോടി കിട്ടുമെന്ന് ഉറപ്പാണല്ലോ അല്ലേ? പിന്നെ ഒന്നുകിൽ പ്രീമിയം എല്ലാം അടച്ച് കാലാവധി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അടയ്ക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായ ആള്